എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് പറയുന്നത്. ഇവനൊരു സോഷ്യൽ ഫോബിക്കാണ്. ഇവന് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അവന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് അവന് ഒറ്റയ്ക്ക് നിൽക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല. അത്രയും സിവിയർ ആയിട്ടുള്ളൊരു സോഷ്യൽ ഫോബിയാണ്. പക്ഷേ ഇവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം ക്രൗഡൊക്കെ ഉള്ളൊരു ഏരിയയിലേക്ക് വരികയാണ് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. കാരണം അവന് ഈ ഒരു പേടിയെ ഓവർകം ചെയ്യണമെന്നുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട്. അവളുടെ കൂടെ പുറത്തു പോകാനും ഒക്കെ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ ട്രൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും പുറത്തു പോകാനായിട്ട് തീരുമാനിക്കുന്നതും. ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവൻ ഫോൺ ചെയ്യുന്ന സമയത്ത് അവളൊരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവന് പെട്ടെന്ന് ഫോബിയ അറ്റാക്ക് വരികയാണ്. അവൻ്റെ ദേഹമൊക്കെ തളരുന്നത് പോലെയും അവൻ്റെ വിയർപ്പ് വരെയും അല്ലാത്ത രീതിയിൽ ശ്വാസതടസ്സവും ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ അവൻ തളർന്നു വീഴുന്നുണ്ട്. ആ സമയത്ത് ഈ പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവൾ വരുന്നത് അവൻ കാണുന്നുണ്ട്. പക്ഷേ ആ സമയം ആയപ്പോഴത്തേക്കും അവൻ ബോധം പോയി വീഴുകയാണ്. അങ്ങനെ ഇവൾ പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവസാനം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരികയും ചെയ്യുന്നുണ്ട്. അവൻ വളരെ ടയേർഡായിട്ട് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഇവൻ എന്താണ് പറ്റിയതെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ ഫ്രണ്ടിനോട് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ പറയുന്നത് അവൻ ഇതുപോലൊരു സിവിയർ ആയിട്ടുള്ളൊരു സോഷ്യൽ ഫോബിയ കണ്ടീഷനുണ്ട്. അവന് പരിചയമില്ലാത്ത ആളുമായിട്ട് അധികം ഇൻട്രാക്റ്റ് ആക്കാനോ ഒന്നും പറ്റില്ല. ക്രൗഡ് ആയിട്ടുള്ള ഏരിയയിലൊന്നും അവന് അധിക നേരം സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിലും അവൻ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ പുറത്ത് വന്നതെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അത് നിനക്ക് വേണ്ടിയിട്ട് അവൻ ആ ഫോബിയെ ഓവർകം ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവൻ വന്നതെന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അവൾ ഇമോഷണലി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്ന് കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ അവൻ ബോധം വരുന്നതുവരെയും അവൾ അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവന് ബോധം വരികയാണ്. ഇവൾ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. എന്നിട്ട് പതുക്കെ അവളെ തലയിൽ തലോടി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. വളരെ നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്